JEE മെയിൻ ഫേസ് 1 2026 23 ജാനുവരിയിലെ ഷിഫ്റ്റ് ടു കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നു. 16ാമത്തെ ചോദ്യം. എ മിക്സ്ഡ് ഈതർ P when heated with the excess of hot concentrated HI produces two different alkyl iodides which when treated with aqueous NaOH gives compound Q and R. Both Q and R give yellow precipitate with the NaOI. Identify the mixed ether P. അപ്പോൾ ഇവിടെ ഹാലോ ആൽക്കിൻ ഹാലോ അരീൻസിലെ ഐഡിയസ് ഇൻവോൾവ് ആണ്. ആൽക്കഹോൾ ഫീനോൾ ഈതറിലെ ടോപ്പിക്കുകൾ ഇൻവോൾവ് ആണ്. അതുപോലെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്സ് എന്നുള്ള ടോപ്പിക്കിലെ ഹാലോഫോം റിയാക്ഷൻ ഇവിടെ ഇൻവോൾവ്. അപ്പം 3 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്ക് ഓരോ ഓപ്ഷൻസും എടുത്ത് ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യമേ നമുക്കിതാ ഈ ഈതർ എന്ന് എടുക്കാം. സോ ഇവിടുത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് ഈതർ എന്ന് പറയുന്നത് CS3 CH2O CH CS3 CH2 CS3 ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റിയാക്ടൻ്റ്. ഇതിനെ ഞാൻ തന്നിരിക്കുന്ന ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഇതിനെ ഞാൻ HI ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബൾക്കിനെസ് കുറഞ്ഞ സ്ഥലത്ത് ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ബോണ്ട് ഇതാ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് ബോണ്ട് ഇവിടെ ബ്രേക്ക് ആവുന്നു. ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയ ശേഷം ഓക്സിജൻ സൈഡിൽ ഹൈഡ്രജനും മറ്റേ സൈഡിൽ അയഡിനും വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ CS3 CH2Iയും പിന്നെ ഇതാ CS3 CHOH CH2 CS3 ആയിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എക്സസ് ഓഫ് ഹോട്ട് HI എന്ന് പറയുന്നത്. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് അറിയോ? പിന്നെയും HI ഇവിടെ റിയാക്ട് ചെയ്യുകയും OHനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പിന്നെ ആര് വരും? അയഡിൻ വരും. എന്ന് വെച്ചാൽ ഒരാൽക്കൈൽ അയോഡൈഡ് ഇവിടെ ഉണ്ടായി, എക്സസ് ആയിട്ടുള്ള HI ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ടാമത്തെ OH അതായത് ആൽക്കഹോൾ പ്രൊഡക്റ്റിലെ OH മാറി അവിടെയും ആര് വരും? അയഡിൻ വരും. ഇതാണ് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന 2 പ്രൊഡക്റ്റുകൾ. സോ ദീസ് ആർ ദ 2 പ്രൊഡക്ട്സ് ദാറ്റ് യു വിൽ ഗെറ്റ് ഹിയർ. എക്സസ് ഓഫ് HI എന്ന് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കേട്ടോ, എക്സസ് HI എന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആദ്യമേ നമ്മുടെ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആവുന്നു. ബൾക്കിനെസ് കുറഞ്ഞ സ്ഥലത്താണ് ബോണ്ട് ബ്രേക്ക് ആവുക, കാരണം SN2 മെക്കാനിസമാണ് ഇവിടെ ഫോളോ ചെയ്യുക. ഓക്സിൻ്റെ ഇവിടെ ഹൈഡ്രജൻ വന്നു, മറ്റേ സൈഡിൽ അയോഡിൻ വന്നു. ഒരു ആൽക്കൈൽ അയോഡൈഡും ഒരു ആൽക്കഹോളും ഉണ്ടായി. എക്സസ് HI ആയതുകൊണ്ട് ആൽക്കഹോളിൻ്റെ OHനെ പിന്നീട് അയോഡിൻ റീപ്ലേസ് ചെയ്യും, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്നിട്ട് ഇവിടെ രണ്ടാമതൊരു ആൽക്കൈൽ അയോഡൈഡ് ഉണ്ടാവും. എക്സസ് HI ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ 2 ഹലൈഡുകളാണ് പ്രിഫറബിൾ ഇവിടെ ഉണ്ടാകും. ഓക്കെ, ഇവരെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഐ എം ട്രീറ്റിംഗ് വിത്ത് അക്വസ് NaOH. ഞാൻ അക്വസ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇയാളെ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അയഡിൻ മാറി അവിടെ OH വരും. അപ്പോൾ CS3 CH2OH ഏത്? ആൽക്കഹോളിൻ്റെ ഫോർമേഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനെ ഞാൻ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ യു വിൽ ബി ഗെറ്റിംഗ് CS3 CH, ഇവിടെയും OH CH2 CS3. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് പാർട്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ, ഇതിനകത്ത് 2 കോമ്പൗണ്ടുകൾ Qയും Rഉം ആണ്. ഒരാൾ Q ഒരാൾ R, അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബോത്ത് Q ആൻഡ് R ഗീവ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വിത്ത് NaOI. ഓക്കെ, 2 പേരും NaOIയുമായി ചേർന്ന ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ അയോഡോഫോം റിയാക്ഷൻ കൊടുത്തു. ആർക്കൊക്കെയാണ് അയോഡോഫോം റിയാക്ഷൻ കൊടുക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള ഒരു കീറ്റോൺ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തൊരു CS3 ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ മീഥൈൽ ആൽക്കഹോളിനും കൊടുക്കാൻ പറ്റും. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരുന്ന കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് CS3 വരണം. C ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ CHOHൻ്റെ തൊട്ടപ്പുറത്ത് ആര് വരണം? CS3 ഗ്രൂപ്പ് വരുമ്പോഴാണ് അയോഡോഫോം ടെസ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കേ, OH അറ്റാച്ച് ചെയ്തിരുന്ന കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് CS3 ഇല്ലേ? ഉണ്ട്. ഞാൻ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് CS3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് CS3 ഗ്രൂപ്പ് ഇല്ലെന്ന് നോക്കിയാൽ രണ്ടാമത്തെ മോളിക്യൂൾ CS3 ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഈ 2 മോളിക്യൂളിലും നമുക്ക് അയോഡോഫോം ടെസ്റ്റ് കൊടുക്കാൻ പാകത്തിന് ആരുണ്ട്? CS3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ NaOI ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ഇവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ NaOI ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും കിട്ടും എന്ത്? യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. രണ്ടിടത്തും കിട്ടും. അങ്ങനെ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് ഈതർ ഏതാണെന്ന ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ എടുത്ത ഓപ്ഷൻ ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1. ബാക്കിയുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ഒന്നും നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ കിട്ടില്ല. സോ ലെറ്റ്സ് അനലൈസ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. ഈതറിനെ HI ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്
ഓക്സിജൻ്റെ രണ്ട് സൈഡ് നമ്മൾ അനലൈസ് ചെയ്യുക. ബൾക്കിനെസ് കുറഞ്ഞ സ്ഥലത്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഓക്സിജൻ്റെ ഒരു ഹൈഡ്രജൻ, മറ്റേ സൈഡിൽ അയോഡിൻ. ഒരു ആൽക്കഹോളും ഒരു ആൽക്കൈൽ അയോഡൈഡും ഉണ്ടാകും. ശേഷം എക്സസ് HI ആയതുകൊണ്ട് ആൽക്കഹോളിലെ OH റീപ്ലേസ് ചെയ്ത് പിന്നെയും ആര് വരും? അയോഡിൻ വരും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, രണ്ട് പ്രൊഡക്റ്റുകൾ. ശേഷം NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തു. പ്രൊഡ്യൂസസ് 2 ഡിഫറെൻറ്റ് ആൽക്കൈൽ അയോഡൈഡ്. ഇതാ രണ്ട് ആൽക്കൈൽ അയോഡൈഡുകൾ ഇവരാണ്. അവരെ നമ്മൾ എന്ത് ചെയ്തു? അക്വസ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ അയോഡിനെ ആര് റീപ്ലേസ് ചെയ്യും? OH റീപ്ലേസ് ചെയ്യും. എഗെയിൻ രണ്ട് ആൽക്കഹോളുകൾ ഉണ്ടായി. ഈ രണ്ട് ആൽക്കഹോളുകളും എന്തായി എന്ന് പറയുന്നത്? Q and R. രണ്ടുപേരും അയോഡോഫോം ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അയോഡോഫോം ടെസ്റ്റ് കൊടുക്കാൻ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു CH3 ഗ്രൂപ്പ് വരണം. ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് ആൾക്കാർക്കും ഈ ക്രൈറ്റീരിയ ബാധകമാണ്. രണ്ടുപേരും ഓക്കെയാണ്. രണ്ടുപേരും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കൊടുക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 തന്നെയാണ്. വേറെയുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1.